ഹായ് ഹലോ, ഞാൻ ആഷ്ന ഷിഹാബ്. മീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ളവരുടെ പ്രിയ വിഭവമാണ് മീൻ പൊള്ളിച്ചത്. അതും വാഴയിലയിലായാലോ. തിലോപ്പി മീനാണ് ഞാൻ ഇവിടെ പൊള്ളിക്കാൻ എടുക്കുന്നത്. അയലയോ മത്തിയോ ആവോലിയോ ഏത് മീനും ഇതേ രീതിയിൽ പൊള്ളിച്ചെടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാട്ടോ മീൻ പൊള്ളിക്കാനുള്ള മീൻ ക്ലീൻ ചെയ്യുന്നത്. കാന്താരി വെച്ചാണ് ഞാൻ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകും എടുക്കാം, കാന്താരി ഇല്ലെങ്കിൽ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി. ഇതോടൊപ്പം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മിക്സ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം വലിയ ജീരകം, കുറച്ച് സുർക്ക. ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു 3-4 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മീനിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ഈ മസാലയിൽ ചേർക്കണേ. ഇതുപോലെ മീനിന്റെ എല്ലാ വശങ്ങളിലും അകത്തും എല്ലാം ഇതുപോലെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. നന്നായി ചൂടായ എണ്ണയിലിട്ട് മീൻ പൊരിച്ചെടുക്കാം. മീൻ പൊരിയുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി 4 വെള്ളിയുള്ളി, 3 പച്ചമുളക്, 3 തക്കാളിയുമാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നാൽ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. ഇതിന്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ വെള്ളിയുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ തക്കാളിയും കൂടെ ചേർക്കാം. ഇതുപോലെ നന്നായി വാടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. മീനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയാണ് മീൻ വാഴയിലയിൽ പൊതിയേണ്ടത്. മസാല വെച്ച് മീൻ വെച്ച് അതിന്റെ മുകളിൽ കുറച്ചുകൂടെ മസാല വെച്ചെടുത്ത് നന്നായി മീൻ പൊരിച്ച പാൻ ഇതുപോലെ ഒന്നുകൂടെ ചൂടാക്കി ഓരോന്നായി ഇതിലിട്ട് വാട്ടിയെടുക്കാം. ഇതുപോലെ വാഴയിലയുടെ കളറൊന്ന് മാറി വരണേ. മീനെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും. ഏത് മീൻ കിട്ടിയാലും പൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.